ബാക്ക് മൈ ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് ബിരിയാണി മസാല പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് പറയാം. നമുക്ക് കുരുമുളക് വേണം, നല്ല ചെറിയ ജീരകം വേണം, പിന്നെ പെരിഞ്ജീരകം, പിന്നെ ബേ ലീഫ്. ഇതെൻ്റെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. കുരുമുളക് ഞങ്ങളുടെ പറമ്പിലുള്ളതാണ്. പിന്നെ ഗ്രാമ്പു, പട്ട, തക്കോലം, ഏലക്കായ, പിന്നെ മല്ലിമണി. ഇത്രയും ചേരുവകളാണ്. കറുവപ്പട്ട എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ആണ് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് വറക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അളവ് പാത്രമുണ്ട്, ചെറിയൊരു അളവ് പാത്രം. അതായത് സ്പൂൺ, 1 ടീസ്പൂൺ അളവിലാണ്. ഈ ടീസ്പൂണിന് അളവിലാണ് പെരുംജീരകവും ചെറിയ ജീരകവും എടുത്തത്. ഒരു 10 ഗ്രാമ്പും ഉണ്ട്. ഒരു വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 3 ഏലക്ക തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കോലം നക്ഷത്രം പോലെ ഇരിക്കുന്നത് അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഗ്രാം മല്ലി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കഴുകി പൊടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാം. അങ്ങനെ മല്ലി കഴുകി ഇട്ടു. അതൊന്നും നന്നായിട്ട് വറുത്ത് എടുക്കാം. അധികം മൂക്കാതെ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. കരിഞ്ഞിരുന്നാൽ നമുക്ക് വേണ്ടത് അധികം കരിയാത്തതാണ്. ഈ ചൂടുള്ള ചട്ടിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതൊരു പിന്നെ ഒരു 2 മിനിറ്റ് ഒന്നിളക്കി കൊടുത്താൽ റെഡിയായേ. നമ്മളെ വീട്ടിലെ അവധി ദിവസമൊക്കെ വരുമ്പോഴേ ജോലിക്ക് പോകുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടയിൽ നമ്മുടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് വാങ്ങിക്കാതെ, എല്ലാം നമ്മളെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളിലുള്ളതാണ്. ബേ ലീഫ് ഒഴികെ. ബേ ലീഫ് നമ്മൾ കടയിൽ നിന്നും മറ്റ് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം വാങ്ങുന്ന കൂടെ അതും ചില പാക്കറ്റിനകത്ത് കാണും. ഞാനിപ്പോൾ ഞങ്ങളെ പറമ്പിലുള്ളതാണ് എടുത്തത്. കുരുമുളകും ഇവിടുത്തെ തന്നെയാണ്. ബാക്കിയെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റി വേണം ജീരകം വറുക്കാൻ. അപ്പോൾ ജീരകം ഇട്ട് കഴിഞ്ഞു. ജീരകം ഇളക്കി കൊടുക്കാം. മല്ലി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചമണം മാറിയാൽ, ഒരു പച്ചമണം മാറിയതിൻ്റെ സ്മെല്ല് വരും. ശേഷം നമുക്ക് പിന്നെ ഗ്രാമ്പു, തക്കോലം, ഏലക്കായ, ബേ ലീഫ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി കുരുമുളക് ചേർക്കാനുണ്ട്. കുരുമുളക് ഇതൊരു 3 തവണ ഉണക്കിയ കുരുമുളകാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെയാണ് ഈ വർഷം എടുക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ കാണില്ല, സ്ഥലമുള്ളവർക്ക് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ പഴയ കുരുമുളകിന് വീര്യം കൂടുതലാണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകുണ്ട്. അപ്പോൾ ഇത്രയും പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണിയോ അല്ലെങ്കിൽ നോൺ കഴിക്കുന്നവർക്ക് നോൺ ഉണ്ടാക്കുവാണെങ്കിലും പാക്കറ്റ് പൊടിയിലും എത്രയോ രുചികരമായ നല്ല ടേസ്റ്റി നല്ല മണമൊക്കെയുള്ള ബിരിയാണി കഴിക്കാം. അപ്പം അങ്ങനെ അത് റെഡിയായി. ഇത് ഞാൻ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം എൻ്റെ ബിരിയാണി മസാല വറുത്ത് വെച്ചതെല്ലാം ഞാൻ പൊടിച്ചെടുത്തു മിക്സിയിൽ. കുറച്ച് തരിതരിപ്പുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ പറയാനുള്ളൊരു കാര്യം, സാജീരകവും കൂടെ ചേർക്കാം. സാജീരകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയ ജീരകം ചേർത്തത്. ഏതെങ്കിലും ഒരു ജീരകം വേണം. സാജീരകം ആകുമ്പോഴേ നമ്മൾ നേരത്തെയൊക്കെ ചെറുപ്പത്തിലല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ പനി വന്നാൽ വേഗം ബണ്ണ് വാങ്ങും, അല്ലെങ്കിൽ പിന്നെ ചെറിയ വട്ടത്തിലുള്ളൊരു ഇപ്പോഴത്തെ ബണ്ണ് റിസ്ക് ഒക്കെ വാങ്ങുമല്ലോ. അതിനകത്ത് കാണാറുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള, നല്ലൊരു വായിൽ വെച്ചാൽ കുയിലിച്ച വരുന്ന ഒരു പ്രത്യേക മണമുള്ള എന്താ സ്മെല്ല്. ഇതിനി ഒന്ന് ചൂട് പോയിട്ട്, അതായത് ചൂടാറിയരെ തന്നെയാണ് പൊടിച്ചതെങ്കിലും ഇതിനകത്ത് വന്നതെന്താണെന്ന് വെച്ചാൽ പൊടിച്ചതിൻ്റെ മിക്സിയുടെ ജാറിന് ഒരു ചൂടുണ്ട്.
അപ്പോൾ അത് മാറിയതിന് ശേഷം നല്ല ചില്ല് കുപ്പിക്കകത്താണ് ഇട്ട് വെക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ എയർ ടൈറ്റായിട്ടുള്ള അടപ്പുള്ള നല്ലൊരു സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം, മണം പുറത്ത് പോകാതിരിക്കാനാണ്. അപ്പോൾ കുറേ നാളത്തേക്ക് ഇനി ഈ ബിരിയാണി മസാല മതി. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവരും ഒന്ന് ഈ ബിരിയാണി മസാല പൊടിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് പൊടിക്കാം. അപ്പോൾ എത്രയും രുചികരമായ ബിരിയാണി മസാലപ്പൊടി റെഡിയായി. നല്ല ബിരിയാണിക്ക് നല്ല ഫ്ലേവറും നല്ല രുചിയും കൊടുക്കുന്നതാണ് ബിരിയാണി മസാല എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഗുണമുള്ള നല്ല ഈ മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല പൊടി കിട്ടി. ഇനി ഇതിനെ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിൽ മിക്സ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി ഞാൻ മിക്സ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ചാനലിനകത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും കൂടെ എന്നെ കൂട്ടുക, അത് സഹായമാകും എനിക്കും കൂടെ. ബൈ. വേറെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ച് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി നമ്മളെ വീടുകളിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.